അമ്മത്തവളയും 5 കുട്ടികളും. പണ്ടൊരു കുളത്തിൽ ഒരു തവളയും 5 കുട്ടികളും താമസിച്ചിരുന്നു. അമ്മത്തവളയും വാൽമാക്രികളും കുളത്തിന്റെ കരയിൽ കാഴ്ച കാണാൻ പോവുക പതിവായിരുന്നു. ഒരു ദിവസം അമ്മത്തവള ഇരയെ തേടിപ്പോയ സമയത്ത് വാൽമാക്രികൾ കുളത്തിന്റെ കരയിൽ കാഴ്ച കാണാൻ പോയി. കുളത്തിൽ കുളിക്കാൻ വന്ന ഒരു കാളക്കൂറ്റത്തിനെ വാൽമാക്രികൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. അമ്മയോട് പറയാൻ പുതിയൊരു വിശേഷം കിട്ടിയ സന്തോഷത്തിൽ വാൽമാക്രികൾ ഓടി വീട്ടിലെത്തി അമ്മയെ കാത്തിരുന്നു. അമ്മത്തവള വീട്ടിലെത്തുമ്പോൾ 5 മക്കളും ഓടിയെത്തി കുളത്തിൽ കണ്ട കാളക്കൂറ്റത്തിന്റെ വിശേഷങ്ങൾ പറയാൻ തുടങ്ങി. അമ്മേ, ഞങ്ങൾ ഇന്ന് വലിയൊരു മൃഗത്തെ കണ്ടു. ആണോ? അതെ അമ്മേ, ആ മൃഗം വളരെ വലുതായിരുന്നു. അമ്മത്തവള പരിഹാസം കലർന്ന സ്വരത്തിൽ പറഞ്ഞു. ഹോ, അത്ര വലുതൊന്നും ആയിരിക്കില്ല മക്കളെ, അമ്മയേക്കാൾ വലുതൊന്നും ആവില്ല ആ മൃഗം. അല്ലമ്മേ, ഞങ്ങൾ കണ്ട മൃഗം വളരെ വലുതായിരുന്നു. അമ്മത്തവളയ്ക്ക് ആകെ ക്ഷീണമായി. തവള ആഞ്ഞു ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു. അതിന്റെ ദേഹം വീർക്കാൻ തുടങ്ങി. ഇത്രയും വലിപ്പമല്ലേ അതിനും ഉണ്ടാവൂ? അമ്മത്തവള ചോദിച്ചു. അല്ലമ്മേ, ആ മൃഗം വലുതായിരുന്നു. അമ്മത്തവള വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു. ഇപ്പോഴോ ഇത്രയും വലിപ്പം ഉണ്ടാവില്ലേ? അയ്യോ ഇല്ലമ്മേ, ഇതിന്റെ ഇരട്ടിയുടെ ഇരട്ടി വലിപ്പമുണ്ട് ആ മൃഗത്തിന്. അമ്മത്തവളയ്ക്ക് വാശി കയറി. അവർ വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് തന്റെ ദേഹം വീർപ്പിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അതിന് വാൽമാക്രികൾ കണ്ട കാളക്കൂട്ടത്തിന്റെ 7 അയലത്തെത്താൻ പറ്റിയില്ല. അയ്യോ അമ്മേ, ഞങ്ങൾ കണ്ട മൃഗത്തിന് നല്ല വലിപ്പമുണ്ട്, ഇത്രയൊന്നുമല്ല. അമ്മത്തവള വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് വലിക്കാൻ ശ്രമിച്ചു. പക്ഷേ അമിതമായ ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ശരീരം വീർപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായി ആ തവള ഹൃദയം പൊട്ടി ചത്തുപോയി. ഗുണപാഠം: അമിതവാശി നമ്മെ നാശത്തിലേക്ക് നയിക്കും. കഥ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്ത കഥയുമായി വീണ്ടും കാണാം.